ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആഷ്ന സോൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സാമ്പാർ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ആദ്യം സാമ്പാറിന് വേണ്ടിയിട്ട് പരിപ്പ് നന്നായിട്ട് കഴുകി അടുപ്പത്ത് വെക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ട് വെക്കണം. ഇനി സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഇതൊക്കെയാണ്: ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, വാഴയ്ക്ക, ബീൻസ്, ചേന, മുരിങ്ങക്കോല്, പിന്നെ സവോള, കരിവേപ്പില. എൻ്റെ കയ്യിലുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇപ്പം നന്നായിട്ട് പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളെല്ലാം ഇടാം. ഈ സാമ്പാർ ഉണ്ടാക്കാൻ എൻ്റെ കയ്യിൽ ഉള്ള പച്ചക്കറികൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിൽ കൂടുതൽ ആഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ വെന്ത് വരാൻ ഇത്രയും വെള്ളം പോരാ. അതുകൊണ്ട് ഞാൻ കെറ്റിലിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തിളച്ച വെള്ളം ഇതെല്ലാം ഇട്ട് ഇതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പച്ചക്കറികളെല്ലാം ഞാൻ എൻ്റെ അളവിലാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ തിളപ്പിച്ച് വെച്ച വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് സാമ്പാർ പൗഡർ എല്ലാം കുറച്ച് അളവിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ കായപ്പൊടി, പെരുങ്കായം പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പുളിവെള്ളം ഉണ്ടാക്കി വെക്കുക. ഇത് കടുക് പൊട്ടിക്കാനുള്ളതാണ്. വേറൊരു പാനിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. എണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് വെളുത്തുള്ളി, ഉള്ളി, കരിവേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. സാമ്പാർ പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് പച്ചമണം മാറണ വരെ ഇത് മൂപ്പിക്കണം. പൊടികളെല്ലാം ആവശ്യത്തിന് എടുത്താൽ മതി. ഇപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വഴറ്റി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം. ഇത് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.